ഹലോ ഫ്രണ്ട്സ്, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് UBMലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടെ വരാൻ വേണ്ടി. നമ്മ വീട് സാപ്പാട് യൂട്യൂബിൽ കണ്ടായിരുന്നു. ഇവിടെ ചിക്കൻ്റെയും മട്ടൻ്റെയും കുറേ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അകത്തോട്ട് കയറി നോക്കിയിട്ട് പറയാം ഫുഡ് എങ്ങനെയാണെന്ന്. നമ്മുടെ സ്ഥലത്ത് എത്തിയായിരുന്നു. ഇവിടെ ഫ്രണ്ടൊക്കെ ഓല കൊണ്ട് ആണ് മോഡൽ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ അകത്തോട്ടുണ്ട്. വെളിയിൽ നോക്കുമ്പോഴേ നമുക്കത് കാണാം. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇവിടെ കസേരയൊക്കെ ഇട്ട് വെളിയിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തിരക്ക് കൂടുന്ന സമയത്ത്. അതേപോലെ ഇവിടെ അകത്തും ഉണ്ട് വെളിയിലുണ്ട്, പുറത്തോട്ടിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ അകത്തോട്ട് കയറി നോക്കിയായിരുന്നു. എന്നിട്ട് നമ്മൾ പുറത്തോട്ടാണ് ഇരുന്ന് കഴിച്ചത്. അവിടെ നമ്മൾ കുറച്ചുകൂടെ കാറ്റും വെളിച്ചവും കൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തോട്ടിരുന്നാണ് കഴിച്ചത്. സംഭവം കൊള്ളാം. കുറേ ആൾക്കാർ വന്നാൽ ഒരുമിച്ച് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതേപോലെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെയും കുറേ പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മളെല്ലാവരും വെളിയിലാണ് ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ വാഴയിലിട്ട് അതിൽ ഉപ്പ് വെച്ച് അവർ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ആദ്യം ഫുഡ് വിളമ്പുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അവർ കറികൾ ഓരോന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ പേരുകൾ പറഞ്ഞാണ് വയ്ക്കുന്നത്. എല്ലാ മട്ടൻ്റെ ഐറ്റങ്ങളാണ് കൂടുതൽ വെച്ചിട്ടുള്ളത്. ചിക്കൻ്റെ വന്നില്ല. മട്ടൻ്റെ കഴിഞ്ഞ് ഇതെല്ലാം ചിക്കൻ്റെ ഐറ്റങ്ങളാണ് ഇനി അടുത്ത് വയ്ക്കുന്നത്. ചിക്കൻ്റെ ഒരു കറിയാണ്. ಐದಾರು 5 6 മീൻ എത്ര പേര്? ഇത് മീൻ ഫ്രൈ ചെയ്തതാണ്. നമ്മളോടുന്ന മസാല അല്ല, ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. സാപ്പിട്ടേ തുടങ്ങൽ തിന്നാ ചൈനീർക്ക കറികളൊക്കെ ആദേശം വിളമ്പി തീർന്ന്. കുറേ ഐറ്റങ്ങളുണ്ട്. മട്ടൻ്റെത്, അതേപോലെ ചിക്കൻ്റെത്, മുട്ട, കാട, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ഇത് തിന്ന് തുടങ്ങാം. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഐറ്റങ്ങൾ വരുള്ളൂ. ഇത് തിന്നാൻ തന്നെ കുറേ നേരം എടുക്കും. നമുക്ക് എന്തായാലും തിന്ന് തുടങ്ങാം. സംഭവം എല്ലാം സെറ്റാണ്. 10-20 ഐറ്റങ്ങളുണ്ട്. എല്ലാം നല്ല രീതിയിലുള്ള ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഞാൻ കുറച്ച് തന്നോമ്പോൾ തന്നെ നല്ല ടേസ്റ്റുകളുണ്ടായിരുന്നു. വീഡിയോ എടുത്തിട്ട് ബാക്കി കഴിക്കാമെന്ന് പറഞ്ഞാണ് ഫോട്ടോയ്ക്ക് വേണ്ടി വെച്ചിരുന്നത്. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് പറയാം. ഒച്ചാമാരെ അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ എടുത്ത് പറയാൻ എനിക്കിഷ്ടപ്പെട്ടത് ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ ആണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നത്. നമ്മൾ ഏത് ഫുഡായാലും അത് കഴിയുന്ന അനുസരിച്ച് അവർ കൊണ്ടത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മീനും ചിക്കനും ആയിരുന്നു. അതായിരുന്നു ഞാൻ കൂടുതൽ കഴിച്ചത്. എൻ്റെ ഫ്രണ്ട്സുകൾക്കും അതേപോലെ നല്ലൊരു എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധനങ്ങൾ കഴിയുന്നതനുസരിച്ച് അവർ തരുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അത്രത്തോളം ഉണ്ടായിരുന്നു. കൊണ്ടുവച്ച് തന്നെ പലവർക്കും കഴിക്കാൻ പറ്റിയില്ല. ഫുഡുകൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരടുത്ത് നിന്ന് നമ്മളടുത്ത് ഓരോന്ന് അത് കഴിയും ഇത് കഴിയുമെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരും. സംഭവം സെറ്റായിരുന്നു ഫുഡ്. ഫുഡ് കഴിച്ച് പകുതിയാകുമ്പോൾ തന്നെ അവർ നമുക്ക് നല്ല കട്ട തൈര് കൊണ്ട് തരും. അതുപോലെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കഴിച്ചിട്ട് ഫുഡ് തീരുന്നില്ല. ഫ്രണ്ട്സുകൾ മാത്രമല്ല, ബാക്കി കൂടെ ഉണ്ടായിരുന്നവരും അടുത്ത് ഇരുന്നവരും എല്ലാവരും കഴിച്ചിട്ട് തീരുന്നില്ല. തീരുന്നതനുസരിച്ച് ഒരു ഫുഡ് നിറച്ചുകൊണ്ടിരിക്കും. അതേപോലെ തൈര് കൊണ്ടുവന്നിട്ട് അതിലൊരു മധുര സാധനമാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ക്ലിയർ അറിയില്ല. അതും തൈരും കൂടെ മിക്സ് ചെയ്താണ് കഴിക്കാനുള്ളത്. അതും നല്ല ടേസ്റ്റായിരുന്നു. നമ്മളിതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ തന്നെ അവർ ഐസ്ക്രീം തരും കൈ കഴുകിയിട്ട് വരുമ്പോൾ. നമുക്ക് ഒന്നാമതേ വയറെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറക്കണം. പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അവരോട് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. പക്ഷേ മാരെ പറയാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഒരു ഇലയ്ക്ക് അവർ വാങ്ങുന്നത് 800 രൂപയാണ് ചാർജ് വരുന്നത്. ആ ക്യാഷ് വാങ്ങുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഫുഡും കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് കഴിച്ച് തീർന്നാലും അത് പിന്നെ അവർ നമുക്ക് തരും. നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അവർ കൊണ്ടുവച്ച് തരും. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ കഴിയുന്നൊരു സംഭവം തരും. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് അതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം. സംഭവം സൂപ്പറായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു.